അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പോപ്പോ. ഇതിന് 2 months ഉള്ളു കേട്ടോ. ശരിക്കും ഇതിന്റെ ബ്രീഡ് നെയിം വന്നിട്ട് നോട്ട് സോ ഷുവർ ഇങ്ങനെ തന്നെയാണോ ഇതൊരു പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. ഐ തിങ്ക് ഷ്വീറ്റ്സോ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പോപ്പോ. എന്താണെങ്കിലും ഇതാണ് ഞങ്ങളുടെ പോപ്പോ. ഭയങ്കര കുറുമ്പത്തിയാണ്. എന്താടി ഇതാണ് ഞങ്ങളുടെ പോപ്പോ. അപ്പം ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് മൂത്രമൊഴിക്കുക, അപ്പിട, കിടന്നുറങ്ങുക, മൂത്രമൊഴിക്കുക, അപ്പിട, കിടന്നുറങ്ങുക. ഇതാണ് ഇവളുടെ വീക്ക്നെസ്. പിന്നെ വെറുതെ ഇങ്ങനെ കുറയ്ക്കും, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറക്കി വായിലിടും. പിന്നെ ഭയങ്കര ക്യൂട്ട്നെസ് വാരി ഇങ്ങോട്ട് എറിയും. എന്നിട്ട് ഇങ്ങനെ ഒരു കിടപ്പാ നോക്ക്. ഇതാണ് ഇതിന്റെ മെയിൻ കിടപ്പ്. നിങ്ങളുടെ ഷിറ്റ്സോ. രണ്ടാമത്തെ പട്ടി. ഇതിന്റെ ബ്രീഡ് വന്നിട്ട് ഒരു പിൻസ്റ്റർ ആണ്, മിനിയേച്ചർ ആണ് കേട്ടോ. ഇത് പക്ഷെ ഞാനായിട്ട് അത്ര കമ്പനി ഉള്ളത്. എപ്പോഴും ഇങ്ങനെ ചാടി നിൽക്കും. ചാടി നിന്നില്ല. അത് അമ്മയുടെ പെറ്റാട്ടോ. അമ്മയുടെ ചുണ്ടിരിയാണ് ഇത്. അമ്മയുടെ ചുണ്ടിരി കണ്ടോ. ഇവര് ആദ്യമായിട്ടാണ് ഇങ്ങോട്ടും കാണുന്നത്. ഉമ്മ കൊടുക്കാൻ പോകണമെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ മൈൻഡ് ചെയ്യണ പോലും ഇല്ല. ഞങ്ങക്ക് വേറൊരു പട്ടി കൂടി ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ മെയിൻ. അങ്ങോട്ട് നോക്ക്. ഇത് ലാബാട്ടോ. ഇതിന് എത്ര വയസ്സാണ്? ചിക്കു. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള പട്ടി. ഇതിന്റെ ബ്രീഡ് വന്നിട്ട് ലാബാണ് കേട്ടോ. ഇതിന് ഏകദേശം 14 yearsനൊക്കെ മേലായിട്ടുണ്ടാവും. നിങ്ങക്ക് 14 വയസ്സായോ? 14 വയസ്സായോ നിനക്ക്? പോപ്പോക്ക് ഇപ്പൊ വയറിളക്കം ആയി. അപ്പൊ പോപ്പോക്ക് ഒരു ടോണിക് മേടിക്കാനും അതുപോലെ തന്നെ ഒന്ന് ഡ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത്. So I just got ready and I look like a shit because I have gained a lot of weight. എന്നിട്ട് എനിക്കിപ്പോൾ ഡ്രസ്സുകളൊന്നും കയറുന്നില്ല. അപ്പം ഞാൻ അമ്മയുടെ ഒരു ടോപ്പ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ടൈം ഫോർ മീ. അപ്പം പോപ്പോ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ കാലിൽ കയറുന്നതിന് മുന്നും പോയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. കരച്ചിൽ, ബഹളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബൈക്കിലും കൊണ്ടുപോയിട്ടുണ്ട്. സോ ഷി വാസ് ക്വൈറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു. കുറച്ച് നേരം എന്നെ നോക്കി, കുറച്ച് നേരം കടന്നു, കുറച്ച് നേരം കോട്ടുമായിട്ടു. ആൻഡ് വി ഹാവ് റീച്ച് ഡേ. അപ്പം ഞങ്ങൾ പോയത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇരിഞ്ഞാലക്കുടയിലുള്ള പോഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂമിങ്ങിൻ്റെയും അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ വെൽനെസ് സെൻറ്ററിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. ഈ കാണുന്ന സുബിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. പുള്ളിക്കാരൻ പോഷൈനിലെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പോപ്പോനെ വാങ്ങിക്കുന്നത്. അപ്പം പുള്ളി തന്നെയാണ് ട്രിമ്മിങ്ങും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ നെയിൽ കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തത്. ഇരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല. അവസാനം സുബിൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ പോയി പുറത്ത് വെയിറ്റ് ചെയ്തോളാം പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയി വെയിറ്റ് ചെയ്തു. അപ്പോൾ സുബിൻ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങളെ പുറത്താക്കിയ സമയത്ത് ഞാൻ ജസ്റ്റ് അവരുടെ ഷോപ്പ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. ദേ ഹാവ് ഗോട്ട് എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. പെറ്റ്സിന് വേണ്ട എല്ലാ സംഭവങ്ങളും അണ്ടർ വൺ റൂഫിലുണ്ട് കേട്ടോ. സോ ഞാൻ കുറച്ച് സംഭവങ്ങൾ പിക്ക് ചെയ്തു. ഞാൻ പിക്ക് ചെയ്ത ബ്രഷും അതുപോലെ തന്നെ ഫീഡിങ് പോട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, സ്പ്രേ, പിന്നെ ബോഡി സ്പ്ലാഷ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഷാംപൂസ്, പിന്നെ കോംബോ ഒക്കെ ഞാൻ പിക്ക് ചെയ്തു കേട്ടോ. ഇപ്പോൾ കൊടുക്കുന്നത് വിശപ്പിനുള്ള ടോണിക്കാണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ ശല്യത്തിനുള്ള വേറെ ടോണിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള കോമ്പ് ജസ്റ്റ് ഡയറക്ഷനും യൂസേജും 2 ടൈപ്പ് കോമ്പാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ യൂസേജൊക്കെ അവിടെ നിന്ന് തന്നെ കാണിച്ചു. പിന്നെ ഇവൾ ഒരിക്കലും കിടക്കാൻ പോണില്ലാത്ത ഒരു കൂട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ യൂസ് ഉണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് ബായ് പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പറയണത്, നമ്മൾ കയറി കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറി കിടത്തില്ലെങ്കിൽ പട്ടി കയറി കിടക്കുന്നു.